ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇത് നിങ്ങൾ ഈ കാണുന്ന ഒരു 3.5 ഫീറ്റിൻ്റെ ഒരു ടാങ്കാണ്. മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടാങ്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം, എന്നിട്ട് കുറച്ച് ഫിഷൊക്കെ വാങ്ങിച്ചിടാം. അപ്പോൾ ഓൾറെഡി ഒരു ടോപ്പ് ഫിൽറ്റർ ഉണ്ട് ഇതിനകത്ത്. ടോപ്പ് സമ്പാണ് വരുന്നത്. അത് സ്പോഞ്ചും സെറാമിക് റിങ്ങും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ബെനിഫിഷ്യൽ ബാക്ടീരിയാസൊക്കെ ഉണ്ട്. ഇത് നമ്മൾ AC/DC പമ്പാണ് വരുന്നത്. സപ്ലൈ ഇല്ലെങ്കിലും കറണ്ട് പോയാലും നമുക്ക് 12 മണിക്കൂർ വരെ ബാക്കപ്പ് കിട്ടുന്ന ഒരു AC/DC പമ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള പമ്പാണ്. അത് നിങ്ങൾക്ക് നമ്മൾക്കിപ്പോൾ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഹീറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. 2 സ്പോഞ്ച് ഫിൽറ്റേഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഒരു 100 ലിറ്റർ വെള്ളം വരെയൊക്കെ കൊള്ളാൻ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ്. 8mm ഗ്ലാസ്സിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഫിഷ് ചത്തുപോകുന്ന ഒരു വിഷയം. അത് നമുക്ക് നല്ല ഫിൽട്രേഷൻ ഉണ്ടെങ്കിലും ഇനി ബെനിഫിഷ്യൽ ബാക്ടീരിയാസിൻ്റെ കോളനീസൊക്കെ ഉണ്ടെങ്കിലും ടെമ്പറേച്ചർ കറക്റ്റ് ആണെങ്കിലും ഈ ഒരു ഇഷ്യൂസ് പല ആൾക്കാരും ഫേസ് ചെയ്തിട്ടുണ്ട്. എനിക്കും ആ ഒരു ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം pH തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന pH മീറ്ററാണ്. pH നമുക്ക് 7 കിട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പർ പക്കയാണ്. 7 ഇപ്പം 6.5 ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 8 ഒക്കെ പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മാക്സിമം ഈ ഒരു ഞാൻ ഈ പറഞ്ഞ റേഞ്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഫിഷിന് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. പിന്നെ ഈ ടോപ്പ് സമ്പായാലും ഈ സമ്പ് ഫിൽട്രേഷനൊക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും pH താഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫിഷസ് നമുക്കത് സേവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ 10 ഫിഷ് വാങ്ങിച്ചു എന്നുള്ളതല്ല, ആ 10 ഫിഷ് എത്ര കാലം നമ്മളോട് ഉണ്ട് എന്നുള്ളതിലാണല്ലോ കാര്യം. അപ്പം അതനുസരിച്ച് നമുക്കത് അത്യാവശ്യം ഈ എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഫിഷിനെ സേവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ pH ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് നമുക്ക് കിട്ടിയ റീഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. 7.7 7.6 ആ ഒരു റേഞ്ചാണ് നമുക്ക് കിട്ടിയത്. ഓക്കെയാണ്, വേറെ ഇഷ്യൂസൊന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് ഫിഷിനെ ഇടാം, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ. പിന്നെ ബെനിഫിഷ്യൽ ബാക്ടീരിയാസൊക്കെ ഉണ്ട്. ഞാനിത് ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ എന്ന് എടുത്ത് പറയാനുള്ള കാരണം ഈ നമ്മൾ അമോണിയ ക്രിയേറ്റ് ആവുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഫുഡ് കൊടുക്കുമ്പോഴും അതേപോലെ തന്നെ ഇത് പൂപ്പ് ചെയ്യുന്ന സമയത്തും അമോണിയ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അമോണിയ കൺവേർട്ട് ആയാൽ മാത്രമേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഇത് സെക്കൻഡ് ടാങ്കിൻ്റെ റീഡിംഗ് ആണ്. ഇത് ഹൈ ആണ്, 8.1 8.2 ആണ് വരുന്നത്. ഇത് കുറച്ച് പ്രശ്നമാണ്. എന്തായാലും ഒരു 10% വാട്ടർ ചേഞ്ച് എന്തായാലും ചെയ്യേണ്ടി വരും മിക്കവാറും. അത് ഒരു ദിവസം കൂടെ നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. ഈ ടാങ്കിനകത്ത് അരോണ, അതുപോലെ തന്നെ സവറും, റെഡ് സ്പോട്ടഡ് സവറും ഗ്രീൻ സവറും ഒക്കെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ടൈഗർ ഓസ്കാർ നമ്മൾ ഇതിനകത്താണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു ടാങ്കാണ്. അതേപോലെ തന്നെ ടെമ്പറേച്ചറും നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യം നമ്മൾ ഈ ടെമ്പറേച്ചർ താഴ്ന്നാലും പ്രശ്നങ്ങളാണ്. അപ്പം ഫിഷ് വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര മെനക്കേടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, ഏഞ്ചൽസ് അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ നല്ല മെനക്കെട്ടാൽ മാത്രമേ, ഇതിൻ്റെ പിറകെ നിന്നാൽ മാത്രമേ ഫിഷിനെ നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.
ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓസ്കാറിനെ നമുക്ക് റിലീസ് ചെയ്യാം ടാങ്കിൽ. അപ്പോൾ ഇത് ഓസ്കാറിനെയൊക്കെ ടാങ്കിൽ റിലീസ് ചെയ്തു. അത് ഹെൽത്തിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ സ്ട്രെസ് അടിച്ച് കിടക്കുന്നതാണ്. പുതിയ ടാങ്കല്ലേ, പുതിയ ടാങ്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കല്ലേ, അതിൻ്റെ ഒരു സ്ട്രെസ്സുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ pH കുറച്ച് കൂടുതലാണ് കണ്ടത്. അപ്പോൾ അതൊന്ന് ഞാൻ എന്തായാലും അത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. pH കുറവാണെങ്കിൽ, pH വാല്യൂ കുറവാണെങ്കിൽ നമുക്ക് ബഫേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ബഫറിനെന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, നമുക്ക് അക്വേറിയം ഇത് വാങ്ങാൻ കിട്ടുന്നതാണ്. അത് നല്ല എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ pH കുറവാണെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മോളീസിനൊക്കെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റ് ചെയ്ത ടാങ്കാണ്. അപ്പോൾ എല്ലാം ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പമ്പ് കണ്ടില്ലേ, പമ്പ് നല്ല പവർഫുൾ പമ്പാണ്. അപ്പം സോ ഫാർ സോ ഗുഡ്, എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയും അപ്ഡേഷൻസ് ചാനലിൽ വരുന്നുണ്ട്. എല്ലാവരും ദയവേത് കാണുക, ദയവേത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.